മണർകാട് ഇന്നലെ വൈകിട്ട് ബി.ജെ.പി. പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകർ മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പെരുമാനൂർ കുളത്തുനിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞതിനാൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന ധർണ പുതുപ്പള്ളിയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനം ഉദ്ഘാടനം ചെയ്തു. ആക്രമണത്തിനിരയായവരെ പിന്തുണയ്ക്കാതെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ പോലീസ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. CPM-ന്റെ ആൾക്കാർ നമ്മളെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന് ശേഷം കല്ല്, മരങ്ങൾ, അതേപോലുള്ള ആയുധങ്ങളുമൊക്കെ ആയിട്ട് അവരോട് വെല്ലുവിളിക്കുന്ന സമയത്ത് പോലീസുകാർ നട്ടലില്ലാതെ രണ്ട് പോലീസുകാർ, അവർ പോലീസുകാരാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരെനിക്ക് തോന്നുന്നു CPM-ന്റെ ഇച്ചടകളായിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നട്ടലില്ലാത്തവരാണ്. ആ രണ്ട് പോലീസുകാർ സമീപത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. അതിനാണ് നമ്മുടെ പ്രവർത്തകർ ഇന്ന് അതിനകത്ത് ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ചു മാറുന്നൊരു സമയം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഈ CPM-ന്റെ DYFIയുടെ ഗുണ്ടകൾ പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അവർ പോയി എന്ന് ഉറപ്പായപ്പോൾ പാമ്പാടി CI പെട്ടെന്ന് ഇവിടെ വരികയും അദ്ദേഹം ഉടനെ നമ്മുടെ ആൾക്കാരൊക്കെ പോയോ എന്ന് ചോദിച്ച് അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ആളുകളൊക്കെ പോയോ എന്ന് ചോദിച്ച് ആ പോലീസ് ഓഫീസർ പാമ്പാടി CI അവിടെ ഇറങ്ങുകയും അദ്ദേഹം ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് നമ്മളോട് ചൂടാകുന്നു. അതായത് നമ്മുടെ 3 പ്രവർത്തകർ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമായി അവിടെ വായിൽ കൂടി ചോരയൊലിക്കുന്ന ആളുകളുമായിട്ട് അവിടെ നിൽക്കുമ്പം നമ്മളോട് ചൂടാകുക. ഈ പാമ്പാടി CI അതേപോലെ ഒരു 10-40 പോലീസ് വന്നു, അന്നേരം 2 ബസ് വന്നു, ആ ബസ് നിറഞ്ഞ് പോലീസ് വന്നു. ഈ മുഴുവൻ ആളുകളും വന്നിട്ട് CPM-ന്റെ ഒരാളോട് സംസാരിക്കാൻ. കാരണം എനിക്ക് തോന്നുന്നത് ഈ നാട്ടിൽ ഈ മണർകാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് രഘുനാഥിന്റെയോ വാസവന്റെയോ വീട്ടിലാണ് എന്ന് തോന്നുന്നു. ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം പി. സുനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ, മഞ്ജു പ്രദീപ്, ടിൻഡു മനോജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.